നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ചു 3 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 55 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. സൗദി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രതിദിന കണക്ക് പ്രകാരം രാജ്യത്താകെ 24 മണിക്കൂറിനിടയിൽ 52 പേർ രോഗമുക്തി നേടി. 53,795 PCR പരിശോധനകളാണ് ഇന്ന് നടന്നത്. രാജ്യത്താകെ റിപ്പോർട്ട് ചെയ്ത രോഗബാധിതരുടെ എണ്ണം 5,47,704 ആയിരിക്കുന്നു. ഇതിൽ 5,36,730 പേരും സുഖം പ്രാപിച്ചു. യുഎയിൽ ഇന്ന് 136 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 182 പേരാണ് ഇന്ന് രോഗമുക്തരായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് 1 മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പുതിയതായി നടത്തിയ 3,50,115 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. സൗദിയിലെ റോഡിൽ അലഞ്ഞു തിരിഞ്ഞ സിംഹത്തെ വന്യജീവി കേന്ദ്രം ഉദ്യോഗസ്ഥരെത്തി പിടികൂടി. അൽ ഖോബാറിലെ അസീസിലെ അംവാജ് ഡിസ്ട്രിക്റ്റിൽ ബുധനാഴ്ചയാണ് സംഭവം. പ്രദേശത്തെ റോഡിലൂടെ ഒരു സിംഹം അലഞ്ഞു നടക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് മൃഗഡോക്ടറുടെ മേൽനോട്ടത്തിൽ ദേശീയ വൈൽഡ് ലൈഫ് ഡെവലപ്മെന്റ് കേന്ദ്രത്തിലെ വിദഗ്ധർ സ്ഥലത്തെത്തി സിംഹത്തെ പിടികൂടിയത്. RTA ബസ് ടാക്സി ഡ്രൈവർമാർക്കും നിർമ്മാണ തൊഴിലാളികൾക്കും എക്സ്പോയിൽ സൗജന്യ പ്രവേശനം അനുവദിച്ചു. ഹോട്ടൽ, റെസ്റ്റോറന്റ്, കഫ്റ്റീരിയ തൊഴിലാളികൾക്കും ഈ മാസം എക്സ്പോ സൗജന്യമായി കാണാം. എക്സ്പോ ഓഫീസിൽ നേരിട്ടെത്തി മതിയായ രേഖകൾ ഹാജരാക്കിയാൽ ടിക്കറ്റ് ലഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. RTA ബസ് ടാക്സി ഡ്രൈവർമാർ തിരിച്ചറിയൽ കാർഡും താമസ വിസയും കാണിച്ചാൽ മേളയിൽ ഒരു ദിവസം സൗജന്യ പ്രവേശനം അനുവദിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സൗദിയിൽ ഇനി ബസ്സുകളിലും ട്രെയിനുകളിലും മുഴുവൻ സീറ്റുകളിലും യാത്രക്കാരെ അനുവദിക്കും. വിവിധ വകുപ്പുകളുമായി കൂടിയാലോചിച്ച് പൊതുഗതാഗത അതോറിറ്റിയാണ് യാത്രക്കാരെ അനുവദിക്കാൻ തീരുമാനമെടുത്തത്. ജിസാസും ഫർസാൻ ദ്വീപിനുമിടയിലെ ബോർഡുകളിലും മുഴുവൻ സീറ്റിൽ യാത്രക്കാരെ അനുവദിക്കും. നഗരങ്ങൾക്കിടയിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിലും ട്രെയിനുകളിലും മുഴുവൻ സീറ്റുകളും ഉപയോഗിക്കാനാണ് അനുവാദം നൽകിയത്. രൂപയുടെ മൂല്യമിടിഞ്ഞതോടെ വിനിമയ നിരക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ സംഖ്യയിലെത്തി. ചൊവ്വാഴ്ച വൈകിട്ട് ഒരു UAE ദിർഹമിന് 20.42 ഇന്ത്യൻ രൂപയാണ് NBD ബാങ്കിൽ വിനിമയ നിരക്ക്. ഇത് അല്പം കൂടിയും കുറഞ്ഞും വിവിധ സമയങ്ങളിൽ മാറി മറിയുന്നു. 20.59 രൂപ വരെ കഴിഞ്ഞ ദിവസം ചില സമയത്ത് ലഭിച്ചിട്ടുണ്ട്. സമീപകാലത്തെ ഏറ്റവും മികച്ച വിനിമയ നിരക്ക് ലഭ്യമായതോടെ നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചതായി എക്സ്ചേഞ്ച് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറഞ്ഞു. രാജ്യത്ത് വിദേശികൾക്ക് ചൊവ്വാഴ്ച മുതൽ ഓക്സ്ഫോർഡ് ആസ്ട്രസെനക്ക വാക്സിന്റെ ആദ്യ ഡോസ് നൽകി തുടങ്ങിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തർസൂദ് ആപ്പ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും വാക്സിൻ സ്വീകരിക്കാൻ സാധിക്കുക. വടക്കൻ ബാത്തിനയിലെ ഖാബൂറ, സുവേക് വിലായത്തുകളിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ബുധനാഴ്ച മുതൽ വാക്സിൻ നൽകും. ഷഹീർ ചുഴലിക്കാറ്റിനെ തുടർന്ന് രാജ്യത്ത് നിർത്തിവെച്ച കുത്തിവെപ്പ് നടപടികൾ കഴിഞ്ഞ ദിവസമാണ് പുനരാരംഭിച്ചത്. കോവിഡ് വ്യാപനത്തിൽ നേരിയ കുറവുണ്ടായ സാഹചര്യത്തിൽ ഖത്തറിലെ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. ഇനി മുതൽ രാജ്യത്ത് എല്ലായിടത്തും പ്രവേശനത്തിന് ശരീര താപനില പരിശോധന ഉണ്ടാകില്ല. പകരം ചില സ്ഥലങ്ങളിൽ മാത്രമായി താപനില പരിശോധന പരിമിതപ്പെടുത്തും. പുതുതലമുറ അറബ് യുവത ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യം UAE എന്ന് സർവേ. അസ്മ BCW അറബ് യൂത്ത് സർവേയിലാണ് തുടർച്ചയായ 10ാം വർഷവും അറബ് യൂത്തിന്റെ സ്വപ്ന രാജ്യമായി UAE തിരഞ്ഞെടുത്തത്. പശ്ചിമേഷ്യയിലും വടക്കൻ ആഫ്രിക്കയിലും പരന്നു കിടക്കുന്ന അറബ് രാജ്യങ്ങളിലെ 3400 യുവാക്കളിലാണ് സർവേ നടന്നത്. പഠനത്തിൽ പങ്കെടുത്തവരിൽ പകുതിയോളം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് UAEയിലാണ്. രാജ്യത്തെ വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ നീക്കി കേന്ദ്ര സർക്കാർ. കോവിഡ് വൈറസ് വ്യാപനത്തിന്റെ 2ാം തരംഗത്തെ തുടർന്ന് വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളാണ് കേന്ദ്ര സർക്കാർ നീക്കിയത്. ഇതുവരെ 85% യാത്രക്കാർക്ക് മാത്രമാണ് ആഭ്യന്തര സർവീസുകളിൽ യാത്ര ചെയ്യാൻ അനുമതി നൽകിയിരുന്നത്. ഇനി മുതൽ ആഭ്യന്തര സർവീസുകളിൽ 100% യാത്രക്കാരെയും അനുവദിക്കും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.